ഹലോ, ഐ ആം വിനിത. വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് ബ്ലിസ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പുത്തൻകുളം അംഗനവാടിയിലാണ്. ഇവിടെ ഏകദേശം ഒരു കൊല്ലത്തോളമായിട്ട് നമ്മുടെ ഡൈജസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഡൈജസ്റ്ററിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് അംഗനവാടി ടീച്ചറായിട്ടുള്ള റഹ്മത്ത് ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചറോട് തന്നെ നമ്മുടെ ഡൈജസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം. ടീച്ചറെ നമസ്കാരം. നമ്മളിപ്പോൾ ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളമായി അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഡൈജസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ഡൈജസ്റ്റിനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഞങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതുള്ളത്. കാരണം ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്ക് ചെടികൾക്കോ അല്ലെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ബൗണ്ടറിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച അംഗനവാടികൾക്ക് ലഭിച്ച ഈ ഒരു ഡൈജസ്റ്റർ വളരെയധികം ഉപയോഗപ്രദമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എല്ലാ വേസ്റ്റ് ഇപ്പോൾ അതിൽ തന്നെയാണോ? ഇപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ വരുന്ന ഫുഡിൻ്റെ എല്ലാ വേസ്റ്റും ഇപ്പോൾ ഡൈജസ്റ്ററിൽ തന്നെയാണോ ഇടാറ്? തീർച്ചയായിട്ടും എല്ലാ വേസ്റ്റും നമ്മൾ അതിൽ തന്നെയാണ്. ഓക്കെ. ഇതിന് മുന്നേ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള പശുക്കളുടെ കഞ്ഞിവെള്ളത്തിൽ ഇടും. അതുപോലെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഇടും. ഫുഡ് വേസ്റ്റ് കഞ്ഞിവെള്ളത്തിലിടും. ഈ ഇനോക്കുലം പൗഡർ ഉപയോഗിക്കുന്നുണ്ടല്ലോ? ഇനോക്കുലം പൗഡർ ഇട്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ വേസ്റ്റ് ഇടാൻ തുടങ്ങിയത്. നമ്മൾ ആഴ്ചയിൽ ഇടുന്നില്ലെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ നമ്മളത് ഇനോക്കുലം ഉപയോഗിച്ചിട്ട് വേസ്റ്റുകൾ ഇടും. ഈ ഇടുന്ന വേസ്റ്റൊക്കെ ഡൈജസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? അത് നോക്കുന്നുണ്ടോ? ഉണ്ട് ഡൈജസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. വളം എടുത്തിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റർ ഏകദേശം ഒരു കൊല്ലത്തോളമായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വളം എടുത്തിട്ടുണ്ടോ? ഇല്ല, അത് ഫില്ലായിട്ടില്ലല്ലോ. നമ്മൾ ഒന്ന് ഫില്ലായതിനു ശേഷമാണല്ലോ നമ്മോട് മറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഫില്ലായിട്ടില്ല. നമുക്ക് കുറച്ച് കുട്ടികളുള്ളൂ, ഒരു 10 കുട്ടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ അവരുടെ ഫുഡ് വേസ്റ്റ് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ നിറയാനായിട്ടില്ല. എന്തായാലും ഇത് കഴിയുമ്പോൾ നമ്മൾ മറ്റേത് ഉപയോഗിക്കുമ്പോഴല്ലേ ഇത് ജൈവളമായി മാറുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്ററിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, ഇപ്പോൾ നീ ഉപയോഗിക്കാൻ പോകുന്ന അംഗനവാടികൾ, സ്കൂളുകൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വ്യക്തികൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് മൊത്തത്തിൽ നമ്മുടെ ഡൈജസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമായി. അതുപോലെ ഇനി നമ്മൾ സ്കൂളുകളിൽ ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാമപഞ്ചായത്ത് സ്കൂളുകളിലൊക്കെ ഇത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകൾക്കും അതുപോലെ അംഗനവാടി അതായത് ഏരിയ കുറഞ്ഞ എല്ലാ അംഗനവാടികൾക്കും അതുപോലെ വീടുകൾക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകൾക്കും ഇത് വളരെയധികം ഉപയോഗപ്രദമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതുപോലെയുള്ള ഇതിന് മുമ്പ് നമുക്കൊരു ഡൈജസ്റ്റർ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അത് ജൈവളമായിട്ട് ഉപയോഗിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. വീട്ടിലാണോ അതോ? വീട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഡൈജസ്റ്റർ കണ്ടു. അപ്പോൾ അതിപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് നിങ്ങളിവിടെ അംഗനവാടിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ടീച്ചർമാരാണെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പിന്നെ ഇതിന് മുന്നേ ഇപ്പോൾ പറഞ്ഞല്ലോ ഡൈജസ്റ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഈ ഡൈജസ്റ്റർ വന്നതിന് ശേഷം ഉള്ളൊരു മാറ്റം, ഇപ്പോൾ ഈ അംഗനവാടിയിൽ തന്നെ ചെറിയൊരു പരിസരത്താണ് അംഗനവാടി, അധികം സ്ഥലം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് നമ്മുടെ ഡൈജസ്റ്ററിൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പരിസരം നല്ല വൃത്തിയായിട്ട് കിടക്കാൻ പറ്റും. അതായത് നമുക്കറിയാം, ഇപ്പോൾ മുറ്റമൊക്കെ കട്ട പതിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ ഭക്ഷണ വേസ്റ്റ് എന്തായാലും നമ്മൾ ഇവിടെ ഒന്നും ഇടില്ല. ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെതറി കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ മുറ്റത്തൂടെ പക്ഷികളൊക്കെ വന്നിട്ട്. അപ്പം അങ്ങനത്തെ ഒരു വൃത്തികേടും നമ്മൾക്കില്ല. എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് നമുക്കതിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തുടർന്ന് നമ്മുടെ ഡൈജസ്റ്റർ ഉപയോഗിക്കാം. അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ തന്ന നമ്പറിലേക്ക് നമ്മളതിനെ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും താങ്ക് യു. താങ്ക് യു.